ഹലോ, ഇന്ന് നമുക്ക് 2 കേക്ക് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഇതുപോലെയാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത് കേക്ക്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് നോക്കാം. രണ്ട് ഫ്ലേവർ കേക്കാണ്. ഒന്ന് ബട്ടർ സ്കോച്ചും ഒന്ന് സ്പാനിഷ് ഡിലൈറ്റും ആണ്. 2 kg ടോട്ടൽ കേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ കേക്ക് ചെയ്തതെന്ന് നോക്കാം. അത് നമുക്ക് ബട്ടർ സ്കോച്ച് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റാൻഡിന്മേൽ തന്നെയാണ് ബട്ടർ സ്കോച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ സ്പാനിഷ് ഡിലൈറ്റ് വേറെ ഞാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റാൻഡിന്മേൽ ഫുൾ കോട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് കയറ്റിയേക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. നമ്മൾ ബട്ടർ സ്കോച്ച് കേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സ്പാനിഷ് ഡിലൈറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്പാനിഷ് ഡിലൈറ്റിലേക്ക് നമ്മൾക്ക് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു പ്രിലാക്റ്റും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഗനാഷ്, ഇത് 3ആണ് നമ്മൾ ഫില്ലിംഗ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗനാഷിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പോയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഗനാഷിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെയിനായിട്ട് ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ കമൻറ്റിൽ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ക്രം കോട്ടിങ് ചെയ്തിട്ട് പിന്നെ ഫുൾ കോട്ടിങ് ചെയ്യാൻ പോവാണ്. ഒരു കേക്ക് നമ്മൾ ലൈറ്റ് ഐസ് ബ്ലൂ കളറിലും ഒരു കേക്ക് ഒരു ഒലിവ് ഗ്രീൻ ഏകദേശം ആ ഒരു കളറിലാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു ഷെയ്ഡ് മാത്രമേ ഡിഫറൻസ് വരുത്തിയിട്ടുള്ളൂ. പക്ഷെ ഒരേപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അടിയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഷെയ്ഡിന് മാത്രമേ ഡിഫറൻസ് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒരേ സെയിം അതേപോലെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇതിന് മുകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടെഡ്ഡി വന്നിട്ട് ഫോണ്ടൻ്റ് വെച്ചിട്ട് ചെയ്താണ്. അത് ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ കാരണം കുറച്ചൊക്കെ ഇടങ്ങറായിട്ടോ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ നെയിം പ്രിൻ്റ് എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു മഴവിൽ നമ്മൾ പ്രിൻ്റ് എടുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ലുക്കിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡിലൊക്കെ ഫോക്സ് ബോൾസ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്ക് വെച്ചു, 1, 5 ടോപ്പർ വെച്ചു, എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായത് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.